നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാരോൺ വധക്കേസിൽ വധശിക്ഷ വിധിച്ചെങ്കിലും മുഗൾ കോടതിയിലേക്ക് അപ്പീൽ പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. വധശിക്ഷയെ എതിർക്കുന്നവർ ധാരാളമുണ്ട്. മേൽക്കോടതിയിൽ എത്തുമ്പോൾ വധശിക്ഷ ഒഴിവാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അതേസമയം കോടതി വിധിയിൽ വലിയ കയ്യടിയാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത്. ഷാരോൺ അനുഭവിച്ചത് വലിയ വേദന. സ്നേഹിക്കുന്ന ഒരാളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശമാണ് ഈ കേസ് സമൂഹത്തിന് നൽകുന്നത്. ഇത്തരം കേസുകളിൽ പരമാവധി ശിക്ഷ നൽകരുതെന്ന് നിയമമൊന്നുമില്ല. ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന വാദം കണക്കിലെടുക്കാൻ സാധിക്കില്ല. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചുകൊണ്ട് കോടതി പറഞ്ഞ വാക്കുകളാണിത്. ഈ കേസിൽ ശിക്ഷ വിധിച്ചതോടെ സംസ്ഥാനത്ത് വധശിക്ഷ കിട്ടുന്ന മൂന്നാമത്തെ സ്ത്രീയായി ഗ്രീഷ്മ മാറി. ഇതിനു മുമ്പ് കോളിളക്കം സൃഷ്ടിച്ച കൊല്ലത്തെ വിധുകുമാരൻ തമ്പി വധക്കേസിൽ 2006 മാർച്ചിലാണ് ആദ്യമായി ഒരു സ്ത്രീക്ക് വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. രണ്ടാമത് വിഴിഞ്ഞം ശാന്തകുമാരി വധക്കേസിൽ ഒന്നാം പ്രതിയായ റഫീഖ ബീവിക്കാണ് വധശിക്ഷ കിട്ടിയത്. റഫീഖ ബീവിക്കും ഗ്രീഷ്മയ്ക്കും വധശിക്ഷ വിധിച്ചത് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി തന്നെയാണ്. മാത്രമല്ല, രണ്ട് കേസിലും അഡീഷണൽ ജില്ലാ ജഡ്ജി AM ബഷീർ തന്നെയാണ് വിധി പറഞ്ഞതെന്നത് മറ്റൊരു പ്രത്യേകത. 2006 വിധുകുമാരൻ തമ്പി വധക്കേസിൽ പ്രതിയായ ബിനിതയ്ക്ക് വധശിക്ഷയ്ക്ക് വിധിച്ചത്. അന്ന് ബിനിതയ്ക്ക് 35 വയസ്സ് പ്രായം. കൊല്ലം ജില്ലാ സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷ പിന്നീട് മേൽക്കോടതി ജീവപര്യന്തമായി കുറച്ചിരുന്നു. ബിനിത ഇപ്പോൾ അട്ടക്കുളങ്ങര ജയിലിലാണ്. തിരുവനന്തപുരം മിലിറ്ററി ക്യാമ്പിനടുത്ത് കട നടത്തിയിരുന്ന വിധുകുമാരൻ തമ്പിയെ ബിനിതയും മിലിറ്ററി ക്യാമ്പിലെ നഴ്സായിരുന്ന കാമുകൻ രാജുവും ചേർന്ന് ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. മൃതദേഹം കാറിന്റെ ഡിക്കിയിൽ കിടത്തി കൊണ്ടുപോയി ഊട്ടിക്കടുത്ത് കൊക്കയിൽ തള്ളുകയായിരുന്നു. ഷാരോൺ കേസിൽ വധശിക്ഷ വിധിച്ചതോടെ 55 പേരാണ് വധശിക്ഷ കാത്തു കഴിയുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ മാത്രം 25 പേർ. ഒടുവിൽ വധശിക്ഷ നടപ്പാക്കിയത് 33 വർഷം മുമ്പായിരുന്നു. ചുറ്റിക കൊണ്ട് 14 പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ റിപ്പർ ചന്ദ്രനെ 1991 കണ്ണൂർ സെൻട്രൽ ജയിലിൽ തൂക്കിലേറ്റിയത്. പൂജപ്പുരയിൽ 1979 കളിയക്കാവിള സ്വദേശി അഴകേശനെയാണ് ഒടുവിൽ തൂക്കിലേറ്റിയത്. ദുർമന്ത്രവാദത്തിനായി നിരവധി പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയതാണ് കേസ്. കേരള പോലീസിന്റെ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഫലമാണ് ഷാരോൺ വധക്കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിക്കപ്പെട്ടതിന് പിന്നിൽ. എല്ലാ തരത്തിലുള്ള ഡിജിറ്റൽ മെഡിക്കൽ എവിഡൻസുകളും അന്വേഷണ സംഘം കണ്ടെത്തി കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ഉപയോഗിച്ച പാരാക്വാറ്റ് ഡൈക്ലോറൈഡ് എന്ന അതീവ വിഷകാരിയായ കളനാശിനിയുടെ എല്ലാ സ്വഭാവവിശേഷതകളും പോലീസ് സംഘം പഠിച്ചു. മനുഷ്യ ശരീരത്തിൽ പാരാക്വാറ്റ് എത്തിയാൽ എന്തൊക്കെ സംഭവിക്കാമെന്ന് റെഫർ ചെയ്തു. അത് തന്നെയാണ് ഷാരോണ് സംഭവിച്ചിരിക്കുന്നതെന്നും കണ്ടെത്തി. പാരാക്വാറ്റ് ശരീരത്തിലെത്തിയാൽ ആദ്യം ബാധിക്കുന്നത് വായു ഭാഗത്തെയാണ്. അൾസർ പോലെ വ്രണങ്ങൾ രൂപപ്പെടും. 2 ദിവസം കഴിയുമ്പോൾ വിഷം കിഡ്നിയെ സാരമായി ബാധിക്കും. തുടർന്ന് കുടൽ മുഴുവൻ കരിച്ചു കളയും. ഫോറൻസിക് വിദഗ്ധർ, പ്രഗത്ഭരായ ഡോക്ടർമാർ എന്നിവരെയൊക്കെ അന്വേഷണ സംഘം മണിക്കൂറുകളോളം ചർച്ചകൾ നടത്തിയിരുന്നു. ഫോറൻസിക് വിദഗ്ധരായ ഷേർലി വാസു, ഡോക്ടർ VV പിള്ള എന്നിവരെ അടക്കം ഉപദേശവും കിട്ടിയിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് വിശേഷിപ്പിച്ച കോടതി വധശിക്ഷയാണ് ഗ്രീഷ്മയ്ക്ക് നൽകിയിരിക്കുന്നത്. അതിസമർത്ഥമായി കേസ് അന്വേഷിച്ച കേരള പോലീസിനെ കോടതി പ്രശംസിച്ചു. മാറിയ കാലത്തിനനുസരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോയതെന്നും ശാസ്ത്രീയ തെളിവുകൾ നന്നായി ഉപയോഗിച്ചുവെന്നും കോടതി പ്രശംസിച്ചു. ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകത്തിനു പുറമെ ഷാരോണ് വിഷം കൊടുത്തു, പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നതടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞിരുന്നു എന്നും കോടതി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.